1971 എബ്രഹാം മാത്യു വീടിനടുത്തെ 2 ഏക്കർ കൃഷിയിടത്തിൽ 100 ജാതി തൈകൾ നടന്നത്. 4 കൊല്ലത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്തി. അതിലൊരു ജാതിമരം മാത്രം നല്ല വിളവ് നൽകി. 20 അടിയിലധികം ഉയരം വെക്കില്ല. കൃത്യമായ ഇടവേളയിൽ കായ്ക്കും. കൗതുകം തോന്നിയ എബ്രഹാം ഇതിലും നല്ല വിളവ് തരുന്ന ജാതിമരം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയാൻ ഒരു സർവേ നടത്തി. പക്ഷേ തന്റേതിനേക്കാൾ മികച്ചതൊന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതിനാൽ ബാക്കി മരങ്ങളുടെ ചില്ലകളെല്ലാം വെട്ടി ഗുണമേന്മയുള്ള മരത്തിന്റെ ചില്ല ആ മരങ്ങളിൽ ബഡ് ചെയ്തു. അങ്ങനെ ഒന്നിന് പകരം 100 മരങ്ങൾ എബ്രഹാമിന് നല്ല വിളവ് നൽകി. ആൺമരമാണ്. അപ്പോൾ അത് ഇവിടെ വെച്ച് മുറിച്ചു 2 കമ്പുകൾ ഇവിടെ നിർത്തി ആണ്ട് പൂണ്ടാക്കി പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിളുത്ത് വന്നതാണിത്. ഈ കിളുത്ത് വന്നത്തെ ഇവിടെ പെണ്ണായിട്ടുള്ള നല്ല മരം ഒട്ടിച്ച് ചേർത്തു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പെൺമരം, ഇതിൻ്റെ താഴേക്ക് ഇതിനെ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ആൺചെടിയാണ്. ഈ ഗുണമേന്മയുള്ള ജാതി തൈ തേടി നിരവധി പേരാണ് ഇപ്പോൾ ഫാമിലേക്ക് എത്തുന്നത്. കാർഷിക വരുമാനം എന്ന് പറയാൻ ഞങ്ങൾക്ക് തെങ്ങ്, ജാതി, കുരുമുളക്, റബ്ബർ, തെങ്ങിന് ഇടവിളയായിട്ടാണ് ജാതി വെച്ചിരിക്കുന്നത്. തെങ്ങിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജാതിക്ക് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇന്റർനാഷണൽ അവാർഡ്, ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് ഇന്ത്യൻ പ്രസിഡന്റ് നാഷണൽ അവാർഡായിരുന്നു. അത് കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേരള സർക്കാർ സ്റ്റേറ്റ് അവാർഡ് തന്നത്. അത് കഴിഞ്ഞും 3 കൊല്ലം കഴിഞ്ഞപ്പം ഐക്യരാഷ്ട്രസഭ ഇത് ലോകത്തെ ഏറ്റവും നിലനിന്നുള്ള ബഹുമതി UN അവാർഡ് തരികയും ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ജാതി തൈ വികസിപ്പിച്ചെടുത്തതിന് UN അവാർഡ് വരെ എബ്രഹാമിന് തേടിയെത്തി. അതിനു പുറമെ 10ഓളം സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും ലഭിച്ചു. 17 രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ എബ്രഹാം യാത്ര ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ജാതി തൈകൾ പരിപാലിക്കുന്നതിനാൽ സ്വയം രക്ഷയ്ക്കായി ലൈസൻസ്ഡ് തോക്കും എബ്രഹാമിന്റെ കയ്യിലുണ്ട്. യാതൊരുവിധ നിയമലംഘനങ്ങളും നടത്താതെ ഇത്രയും കാലം തന്നെ മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. എബ്രഹാം ചേട്ടന്റെ ജാതിക്ക തോട്ടം എന്തായാലും ഗംഭീരം. അഖില സിപ്പി ചേരുന്നുണ്ട് തത്സമയം. അഖില, എബ്രഹാമിന്റെ ഭാഗ്യം തുണച്ചത് ആ ഒരു ജാതിക്ക മരത്തിലാണ്. ഒരൊറ്റ ജാതിക്ക മരത്തിൽ നിന്ന് കൃഷി തുടങ്ങി ഇപ്പോൾ ലക്ഷങ്ങളാണ് വാരിക്കൂട്ടുന്നത്. അപ്പോൾ ഭാഗ്യം ഇന്ന് വരും നാളെ വരും എന്ന് കരുതി ഒന്നും ചെയ്യാതെ വെറുതെ മാറിയിരുന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ സ്വയം അധ്വാനിക്കാൻ കൂടി തയ്യാറാകണം, എങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ. അപ്പോൾ പറയൂ എബ്രഹാം ചേട്ടന്റെ വിശേഷങ്ങൾ. അതെ ഹിമ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാകും. അത് വലിയ മാറ്റങ്ങൾക്കൊക്കെ ആയിരിക്കും വഴിവെക്കുക. അതുപോലെ തന്നെയാണ് ഈ എബ്രഹാമിൻ്റെ കഥയും. ഈ 1971 19-ാം വയസ്സിൽ ഒരു ജീവനോപാധി എന്ന നിലയിലാണ് വീടിനടുത്തുള്ള കൃഷിയിടത്തിൽ കൃഷി തുടങ്ങുന്നത്. അപ്പോൾ ഈ തെങ്ങിനോടും ഈ പറയുന്ന പാടത്തുള്ള കൃഷിയോടൊപ്പം തന്നെ ഈ ജാതി തൈകൾ 2 ഏക്കറിൽ നട്ടു. അപ്പോൾ അതൊരു 4 കൊല്ലമായപ്പോൾ വിളവെടുത്തു. പക്ഷെ അതിലൊരു തൈ മാത്രം നല്ല വിളവ് തന്നു. അതായത് 20 അടിയിലധികം ഉയരം വെക്കില്ല, നല്ല കായ്ഫലം തരും. അപ്പോൾ അത് മാത്രം ഒരു വേറിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു കായ്ച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല വിളവ് തരുന്ന ഒരു ജാതിത്തെയോ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം ഒരു സർവേയും നടത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇതിലും മികച്ച ഒന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ മറ്റ് 100 തൈകളാണ് അന്ന് നട്ടത്. ആ മരത്തിൻ്റെ എല്ലാം ചില്ല വെട്ടി അതായത് ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വിശേഷമായ ഈ ജാതിത്തേയിൻ്റെ ചില്ല അവിടെ ബഡ് ചെയ്തു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ നല്ല കായ്ഫലം തരുന്ന 100 തൈകളാണ് എബ്രഹാം അതായത് വിളയിച്ചെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും നല്ല ഒരു ജാതി തൈ വിളയിച്ചെടുത്തതിന് ഇദ്ദേഹത്തെ ഒരുപാട് അവാർഡുകളും തേടി വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വരെ നേടിയെത്തിയിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവനവൻ അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടായാൽ ഏത് ഉയരങ്ങളും നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു അധ്വാനത്തിന്റെ ഫലമായി നേടിയെടുത്ത വലിയൊരു വിജയം.